പിന്നെ ഇപ്പോൾ നമ്മൾ 12th ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലും ഇപ്പോൾ ഒരു പ്രൊഫൈൽ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ലൈക്ക് ഇപ്പോൾ ബിടെക് ആണെങ്കിൽ ബിടെക് സിവിലിലോ IT-യോ ട്രിപ്പിളിയോ അല്ലെങ്കിൽ BBA-യോ അല്ലെങ്കിൽ ലോയറോ ഈ തലത്തിലെത്തിക്കഴിഞ്ഞാൽ ഉള്ള ഒരു അവരെ ഒക്കെ എങ്ങനെയാണ് നമ്മൾ ഹസ്ബൻഡ് പ്രയോജനപ്പെടുക? അവിടെ നമ്മൾ ചെയ്യുന്നത് വേറൊരു കരിയർ അനാലിസിസ് റിപ്പോർട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ സംബഡി സ്റ്റഡിങ് ഫോർ എഞ്ചിനീയറിംഗ്. എഞ്ചിനീയറിങ്ങിന് പോകുമ്പോഴത്തേക്ക് 2 കാര്യങ്ങളാണ് വരുന്നത്. അല്ലെ MBAക്ക് പോകുമ്പോഴത്തേക്ക് 2 ക്വസ്റ്റ്യൻസാണ് ആദ്യം വരുന്നത്. ഒന്ന്, ഞാൻ ഏത് എഞ്ചിനീയറിങ്ങിന് പോകണം, അല്ലെങ്കിൽ ഏത് MBAക്ക് പോകണം. ഇപ്പോൾ കുറേ MBA ഉണ്ട് മാർക്കറ്റിൽ, കുറേ എഞ്ചിനീയറിംഗ് ഉണ്ട് മാർക്കറ്റിൽ. അപ്പോൾ ഏതിലേക്കാണ് പോകേണ്ടത്? ഇപ്പോൾ MBA HR ഉണ്ട്, MBA മാർക്കറ്റിംഗ് ഉണ്ട്, MBA ഫിനാൻസിക്സ് ഉണ്ട്, MBA ഫിനാൻസ് ഉണ്ട്, MBA ഓപ്പറേഷൻസ് ഉണ്ട്, ലോജിസ്റ്റിക്സ് ഉണ്ട്, കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ ഏത് MBAക്ക് പോകണമെന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് വീണ്ടും. MBA തീരുമാനിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ അവിടെയും നമ്മുടെ സ്കിൽ സെറ്റ് നോക്കിയിട്ട് വേണം നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്കൊരു സ്പെഷ്യലൈസേഷൻ സെലക്ഷൻ എന്ന് പറഞ്ഞ റിപ്പോർട്ടുണ്ട് MBAക്ക് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഓരോ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചും പഠിക്കാനായിട്ട് വേണ്ട കോമ്പറ്റൻസി ഡിഫറെൻ്റാണ്. അപ്പോൾ ആ കോമ്പറ്റൻസീസ് റിക്വയർമെൻറ്റ് ഫോർ ഈച്ച് ബ്രാഞ്ച് ഓഫ് സ്റ്റഡീസ് ഇൻ MBA വിൽ ബി മെഷേർഡ്. അത് ഇവരുടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ട്രേസും കോമ്പറ്റൻസി സെറ്റും വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യും. അങ്ങനെ മെഷർ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ സ്കോർ വരുന്നതിനാണ് നമ്മൾ ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ സെക്കൻഡ് വരും, പിന്നെ തേർഡ് വരും, ഫോർത്ത് വരും.